ഇന്നലെ കേരളത്തിലെ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഭൂരിഭാഗം പേരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ വളരെ ചുരുക്കം പേര് സഗൗരവത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഭരണഘടനയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് സെക്യുലാരിസമാണ്. ദൈവവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് തുല്യ നീതിയാണ് നമ്മുടെ ഭരണഘടന കൊടുക്കുന്നത്. ഭരണഘടനയുടെ 3-ാമത്തെ ഷെഡ്യൂളും ആർട്ടിക്കിൾ 60-ലും ആർട്ടിക്കിൾ 69-ലും ആർട്ടിക്കിൾ 159-ലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ 2 രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ഒന്ന്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ സാക്ഷിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാം. രണ്ടാമത്, ഈശ്വര വിശ്വാസികളല്ലാത്തവർക്ക് സഗൗരവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അത് മനസാക്ഷിയെ മുൻനിർത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ 2 രീതിയിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പേര് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സുപ്രധാന സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ജാതിയുടെയോ ദൈവത്തിൻ്റെയോ പേര് ഒരു ഭരണഘടനയിൽ ഇരിക്കുന്ന ആൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും നീതി കിട്ടണമെന്നില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെയുള്ളൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒന്നേ ദൈവനാമത്തിൽ നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം, അല്ലെങ്കിൽ സഗൗരവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ഒരു വ്യക്തിയുടെയോ ഒരു ദൈവത്തിൻ്റെയോ പേര് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ.